Hello, my dear students. നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൻ്റെ എടുത്തു നിർത്തിയ പോർഷനിൽ നിന്ന് അതായത് ക്വാർട്ടർ ഡ്രൈവൻ മാർക്കറ്റായിരുന്നു നമ്മൾ എടുത്തു നിർത്തിയിരുന്നത്. അതിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷനാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. എങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പോർഷനിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് മാനുവൽ ട്രേഡിങ്ങും രണ്ടാമത്തത് ഓൺലൈൻ ട്രേഡിങ്ങും. അപ്പം നമുക്കറിയാം മാനുവൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡാണ്. ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മെത്തേഡാണ്. ഇപ്പോൾ ഓഫൻലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മാനുവൽ ട്രേഡിംഗ് ആണ്. അതിൻ്റെ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ട്രഡീഷണൽ മെത്തേഡ്, ട്രഡീഷണലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കറൻ്റ്ലി അത് ഓൺലൈനിലാവുമ്പോൾ ഇത്രയധികം പ്രൊസീജിയേഴ്സ് ഇല്ല. ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും നമ്മളത് അറിയുന്നില്ല. നമ്മൾ ജസ്റ്റ് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വാങ്ങുന്നു, വിൽക്കുന്നു, അത് ഈസിലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. സോ മാനുവൽ ട്രേഡിങ്ങിൽ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ചൂസ് ബ്രോക്കേഴ്സ്. ചൂസ് ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റർ ബ്രോക്കറിനെ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. A prospective investor who wants to buy or sell securities in the stock market cannot enter the floor of the stock exchange directly to transact business. He can only transact business through a member stockbroker, and nowadays bankers also offer brokers services. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് ഗോയിങ് ടു ബി ആൻ ഇൻവെസ്റ്റർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് അവർക്ക് സെല് ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻട്രി ചെയ്തിട്ട് ബിസിനസ് നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർക്ക് അവിടെ ഒരു മിഡിൽ മാൻ വേണം. ആ മിഡിൽ മാനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് ബ്രോക്കർ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ബാങ്കേഴ്സ് മെർച്ചന്റ് ബാങ്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ ഓഫീസ് മേജറായിട്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അടുത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കറിനെ ഇൻവെസ്റ്റർ സെലക്ട് ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ബ്രോക്കർ നമ്മൾ ഇപ്പോൾ ഒരു ക്ലയന്റ് ചെന്നിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്യാണ് സ്റ്റോക്ക് ബ്രോക്കർ. അയാൾ വില്ലിങ് ആയിരിക്കണം നമുക്ക് വേണ്ടി ബിസിനസ് ചെയ്യാനായിട്ട്. ഈ സ്റ്റോക്ക് ബ്രോക്കർ ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്, നമ്മുടെ സെല്ലിങ്ങും ബൈയിങ് ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. സോ അയാൾ വില്ലിങ് ആയിരിക്കണം. നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഒബ്വിയസ്ലി ദേ വിൽ ബി വില്ലിങ്. ആൻഡ് അതിനുശേഷം ബ്രോക്കർ ഒരു ലെറ്റർ തരാനായിട്ട് പറയും ഇൻവെസ്റ്ററിനോട്. ബിക്കോസ് ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഈ ബ്രോക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ഇൻവെസ്റ്റർ ബ്രോക്കർക്ക് കൊടുക്കണം. ദെൻ ഹി വിൽ ഡീൽ ദ ഫർദർ ഡീലിങ്സ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഇനി ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ബ്രോക്കർ. ഇത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല. നമ്മൾ ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ആളുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അത് ആ ഇൻവെസ്റ്ററുടെ ഒരു ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അപ്പോൾ ഓപ്പണിംഗ് അങ്ങനെ ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി വരുന്നതാണ് പ്ലേസിങ് ദ ഓർഡർ. നമ്മളിവിടെ ബ്രോക്കറിനെ ചൂസ് ചെയ്തു, ആളുടെ അടുത്ത് വെച്ചിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓർഡർ പ്ലേസിംഗ് ആണ്. ഓർഡർ പ്ലേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രോക്കറിനോട് പറയുകയാണ് ഇന്ന സാധനം വാങ്ങിക്കോ, ഇന്ന സാധനം വിറ്റോ. അതാണ് പ്ലേസിംഗ് ദ ഓർഡറിൽ വരുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി ടെലിഫോൺ വഴി ഫോൺ വിളിച്ച് പറയാം, ലെറ്റർ അയക്കാം, ഫാക്സ് അയക്കാം, ടെലിഗ്രാം വഴിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ when the order is received, it is recorded in a rough memo book. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റഫ് മെമ്മോ ബുക്കിലായിരിക്കും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതിനുശേഷം അത് ഓർഡർ ബുക്കിലേക്ക് മാറ്റുന്നു. അങ്ങനെ യൂഷ്വലി ദ ഓർഡേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ എനി വൺ ഓഫ് ദ ഫോംസ്. അതിനുശേഷം അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ നമ്മൾ ഓർഡർ ബുക്കിലേക്ക് അയക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ അവർ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യും. എന്താണോ ഓർഡർ അത് ചെയ്യും എന്നാണ് പറഞ്ഞത്. വിൽക്കാനാണോ വാങ്ങാനാണോ. അപ്പോൾ ഇവിടെ കുറച്ച് താഴെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് പ്രകാരമുള്ള ഒരു ഓർഡർ ആയിരിക്കും ഇൻവെസ്റ്റർ ചൂസ് ചെയ്യേണ്ടത്. ആദ്യത്തേതാണ് അറ്റ് ബെസ്റ്റ് ഓർഡർ ഓർ മാർക്കറ്റ് ഓർഡർ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
When an order is placed with the broker, it does not mention any specific price. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ പറയുന്ന സമയത്ത്, അതായത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സെല് ചെയ്യാനോ സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസിൻ്റെ സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഓർഡർ പറയുമ്പോൾ ഇവിടെ ഇന്നത് വാങ്ങിക്കോളൂ എന്ന് പറയും, പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൈസ് പറയില്ല. അതാണ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ബൈ 200 വിംകോ അറ്റ് ബെസ്റ്റ്, അതായത് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന പ്രൈസിൽ വിംകോയുടെ 200 സെക്യൂരിറ്റീസ് വാങ്ങിക്കോളൂ. അപ്പോൾ അവിടെ പ്രൈസ് എന്താ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ടു ദ ബ്രോക്കർ ടു ബൈ ഷെയർസ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ബെസ്റ്റ് പ്രൈസ്. അപ്പോൾ അവിടെ എന്തോ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിൽ എത്രയും വേഗം ആ ഷെയർസ് വാങ്ങും. അവിടെ പ്രൈസ് അവിടെ ഒരു മെൻഷൻ അല്ല, എത്രയും വേഗം അത് വാങ്ങണം. അപ്പോൾ അങ്ങനെയുള്ള ഓർഡേഴ്സിനെയാണ് മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ അറ്റ് ബെസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് ordinarily the client will fix a time period within which the order should be executed. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഡറിൽ നമുക്കറിയാം എത്രയും വേഗമാണ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും, വിത്തിൻ 24 hours, വിത്തിൻ 8 hours അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് പ്രൈസ് അവിടെ സ്പെസിഫിക് അല്ല. സോ ഫസ്റ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ഓർഡർ പ്ലേസിങ്ങിൽ വരുന്നത് പ്രൈസ് ഇസ് നോട്ട് ഫിക്സഡ് ഓർ സ്പെസിഫിക് പ്രൈസ് ഇസ് നോട്ട് പ്രൊവൈഡഡ്, ബട്ട് ടൈം പീരീഡ് വിൽ ബി പ്രൊവൈഡഡ്. ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് ലിമിറ്റ് ഓർഡർ. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടായിരിക്കും. ഇൻ ദിസ് ഓർഡർ ദ ഫിക്സഡ് പ്രൈസ് ഓഫ് പർച്ചേസ് ഓർ സെയിൽസ് ഇസ് മെൻഷൻ ബൈ ദ ക്ലയൻറ്റ്. ഇവിടെ ഒരു ഫിക്സഡ് പ്രൈസ് വിൽക്കുക വാങ്ങുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. സെൽ 100 ഗോദാവരി ഫെർട്ടിലൈസേഴ്സ് അറ്റ് റുപ്പീസ് 35 റുപ്പീസ് കിട്ടുമെങ്കിൽ ഗോദാവരിയുടെ ഫെർട്ടിലൈസർ 100 വിറ്റോളൂ. അപ്പോൾ അവിടെ പ്രൈസ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് പറയുന്നുണ്ട്, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ലിമിറ്റ് ഓർഡർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ. ഈ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടഡ് പ്രൈസ് ഉണ്ടായിരിക്കും. ഹിയർ ദ ഓർഡർ ഈസ് പ്ലേസ് ടു പർച്ചേസ് ഓർ സെയിൽ securities immediately at the quoted price. If the sales are not done at the quoted price immediately, it is treated as order cancelled. അതായത് ഇവിടെ ഇമ്മീഡിയറ്റ് ഓർഡർ അല്ലെങ്കിൽ ക്യാൻസൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടഡ് പ്രൈസിലായിരിക്കും അതിനെ സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ആ പറയുന്ന പ്രൈസിൽ അത് ആരും വാങ്ങാൻ റെഡി ആയില്ലെങ്കിൽ ഉടനെ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുക. എക്സാമ്പിൾ, സെൽ 120 PNB ഗിഫ്റ്റ്സ് അറ്റ് ₹24 ഇമ്മീഡിയറ്റ്. 120 ഗിഫ്റ്റ് നിങ്ങൾ എത്രയും വേഗം സെല് ചെയ്തു 24 റുപ്പീസിന് എത്രയും വേഗം സെല് ചെയ്തോളൂ. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ ആ ഓർഡർ അവർ ക്യാൻസൽ ചെയ്യും. ഇമ്മീഡിയറ്റ് ഓർഡർ എന്ന് പറയുന്നത് അതാണ്. ഇനിയുള്ളത് ഡിസ്ക്രിഷണറി ഓർഡർ ആണ്. ഈ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കർക്ക് ഡിസ്ക്രിഷണറി അയാൾക്ക് എന്താണോ തോന്നുന്നത് അതായത് അവരുടെ ഡിസിഷനാണ്, ബ്രോക്കറുടെ ഡിസിഷനാണ് എത്ര രൂപയ്ക്ക് വാങ്ങണം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത്. ഇനി ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ ഫുൾ ഡിസ്ക്രിഷൻ ആർക്ക് കൊടുക്കണില്ല, ബ്രോക്കർക്ക് കൊടുക്കണില്ല. ഡിസ്ക്രിഷണറി ഓർഡർക്ക് ഫുൾ ഡിസ്ക്രിഷൻ, ഫുൾ അധികാരം വാങ്ങാനും വിൽക്കാനും എത്ര പ്രൈസ് ആവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ബ്രോക്കർ ആയിരുന്നു. പക്ഷേ ഇൻ കേസ് ഓഫ് ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ അങ്ങനത്തെ അധികാരം ബ്രോക്കർക്ക് ഫുൾ ആയിട്ട് കൊടുക്കണില്ല. ഒരു സ്പെസിഫിക് റേഞ്ച് ആര് പറയും, ഇൻവെസ്റ്റർ പറയും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത് ആർക്ക് ചെയ്യാം, ബ്രോക്കർക്ക് ചോദിക്കാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പൺ ഓർഡർ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിഷണറി ഓർഡർ പോലെ തന്നെയാണ്. ഇവിടെ ഒരു പ്രൈസ് ലിമിറ്റോ ടൈം ലിമിറ്റോ ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയില്ല, ഓപ്പൺ ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. സ്റ്റോപ്പ് ലോസ് ഓർഡർ ആ പേര് കേട്ടാൽ തന്നെ അറിയാലോ, ലോസ് നിർത്താനായിട്ടുള്ള ഒരു ഓർഡർ, അതായത് ലോസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ അവരൊരു ഹൈ ലിമിറ്റും അതുപോലെ തന്നെ ഒരു ലോ ലിമിറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വി ക്യാൻ റീഡ് ഇറ്റ്. ഇറ്റ് ഈസ് ആൻ ഓർഡർ സെർവ്ഡ് ബൈ ദ ക്ലയൻറ്റ് ടു ദ ബ്രോക്കർ to sell the securities when the price reduced up to a particular level or buy when the price are enhanced up to a level. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, ബ്രോക്കേഴ്സിന് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റിയുടെ പ്രൈസ് ഇത്ര രൂപയ്ക്ക് താഴെ പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വിറ്റോളൂ. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റിയുടെ പ്രൈസ് ഒരു ലെവലിനേക്കാളും കൂടുതൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം തന്നെ അത് വാങ്ങിക്കോളൂ. സോ ഒരു സീലിംഗ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ 500 റുപ്പീസിന് വാങ്ങിയ ഒരു ഷെയർ ആണെന്ന് വിചാരിക്കാം, സഡൻലി അത് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ 400 ആയി. അപ്പോൾ ഇയാൾ
ഇൻവെസ്റ്റർ പറഞ്ഞിട്ടുണ്ട് 400 ആയിക്കഴിഞ്ഞാൽ അത് ഉടനെ സെല് ചെയ്തോളൂ, കാരണം അപ്പോൾ നഷ്ടം 100 രൂപയെ വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഓർഡറിനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഡേ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 day വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അത് ആ ഡേ അത് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയുക ഓട്ടോമാറ്റിക്കലി ലാപ്സ്ഡ്, അതായത് അത് പിന്നെ ആ ഓർഡർ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഇപ്പോൾ പ്ലേസിങ് ദ ഓർഡറിൽ പറയുന്നത് ബ്രോക്കറാണ് ഇൻവെസ്റ്ററുടെ ആവശ്യപ്രകാരം ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അത് ടെലിഗ്രാമോ ടെലിഫോണോ ലെറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഒരു റഫ് മെമ്മോയിലേക്കാണ് ഈ ഓർഡർ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഓർഡർ ബുക്കിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോം പ്രകാരമായിരിക്കും, ഫോം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓർഡർ പ്രകാരമായിരിക്കും നമ്മൾ ഓർഡർ പ്ലേസിങ് നടത്തുന്നുണ്ടാവുക. അതായത് ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഫോം പ്രകാരമായിരിക്കും അവർ അവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രോക്കറിൻ്റെ റോളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10 റോള് 10 ഇല്ല അല്ലേ, അപ്പോൾ ഇത്ര ഡേ ഓർഡർ വരെയുള്ള റോളുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ 8 ഐ തിങ്ക് 8 ഓർഡറാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ജസ്റ്റ് അതൊന്ന് പഠിക്കുക. ഇനി എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡേഴ്സ് ആണ്, എങ്ങനെയൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡേഴ്സ് ട്രേഡിംഗ് റിങ് വഴിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജനറലി മൺഡേ ടു ഫ്രൈഡേ 12 noon to 2 PM ആണ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. സാറ്റർഡേ 1 hour സെഷൻ ഉണ്ടായിരിക്കും ഈ ട്രേഡിംഗ് നടത്താനായിട്ട്. പിന്നെ ബിഗ് ബ്രോക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഓതറൈസ്ഡ് ക്ലർക്സും ചെറിയ ചെറിയ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓതറൈസ്ഡ് ക്ലർക്സിനൊക്കെ അവരുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ബാഡ്ജസ് ഒക്കെ കൊടുക്കും. അപ്പോൾ അവരായിരിക്കും അത് ഡീൽ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ട്രേഡിംഗ് റിങ് അല്ലെങ്കിൽ ഫ്ലോർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കുറേ ട്രേഡിംഗ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ട്രേഡിംഗ് പിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഷെയർസ് ഡീൽ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ടൂറിസം, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ ഒരുപാട്. അപ്പോൾ ഒരു ട്രേഡിംഗ് ഒരു ട്രേഡിംഗ് പിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് പിറ്റ് നമുക്കറിയാം ഒരു ഏരിയ. അതുപോലെ തന്നെ ഫാർമസി ഒരു അതർ പിറ്റ്, അപ്പോൾ ഫാർമസി പിറ്റ്, അങ്ങനെ ഓരോന്നിനും ഓരോന്നായിട്ട് ഓരോ ഏരിയ അനുസരിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഓരോ പിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെ ഓരോ എന്താ പറയുക ഒരു ഓർഡർ അനുസരിച്ച് ഒരു ആൽഫബറ്റിക് ഓർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സ് കൊടുത്തിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബട്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് അങ്ങനെ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന ഇതിൻ്റെ സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരു അൺട്രെയ്ഡ് പേഴ്സൺ അത് വിസിബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ക്ലർക്സും ബ്രോക്കേഴ്സും ഒക്കെ ആ പർട്ടിക്കുലർ ഏത് ട്രേഡിംഗ് പിറ്റിലേക്കാണോ അവർ പോകേണ്ടത് അവിടെ പോകുന്നു. അവിടെ പോയതിനു ശേഷം അവർ അവരോട് അവരുടെ ഇൻവെസ്റ്റർ പറഞ്ഞതനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് അതാത് പിറ്റിൽ പോയിട്ട് അവർ നടത്തുന്നു. അപ്പോൾ അവർ അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ അവിടെ നടക്കുന്നത്. അപ്പോൾ 2 തരത്തിലാണ് അവിടെ വരുന്നത്. അതാണ് നമുക്ക് ഇവിടെ സെക്കൻഡ് ലൈനിൽ കാണാൻ പറ്റുന്നത്. There may be a number of jobbers or brokers in the pit. അവിടെ ഒരുപാട് ജോബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇനി the authorized clerk or broker approaches a jobber and tells to him that he wants to bargain with him about the price. അപ്പം അങ്ങനെ ഓതറൈസ്ഡ് ക്ലർക്കുകളോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സോ ജോബേഴ്സിനെ അടുത്ത് പോയിട്ട് പറയും എനിക്ക് ഇന്ന സാധനം വേണം, അപ്പം എനിക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് അവരെ അറിയിക്കും. ഇപ്പം നമുക്കതൊക്കെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാം. വിൽക്കാനുള്ള ആളുടെ പ്രൈസ് കോട്ട് ചെയ്യുന്നു, വാങ്ങാനുള്ള ആൾക്കാർ അവരുടെ പ്രൈസ് കോട്ട് ചെയ്യുന്നു. പക്ഷെ അത് ഇന്നാണ്, പക്ഷെ പണ്ട് അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ പണ്ട് ഇൻവെസ്റ്റർക്ക് വേണ്ടി ബ്രോക്കർ ഡീൽ ചെയ്യുന്നു, കമ്പനിക്ക് വേണ്ടി ജോബർ ഡീൽ ചെയ്യുന്നു. കമ്പനിക്ക് എന്ന് പറയാൻ പറ്റില്ല, ആർക്കാണോ സെല് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ജോബർ ഓഫർ 2 way codes ഫോർ ദ സ്ക്രിപ്റ്റ്സ് വിച്ച് ദേ ഡീൽ. അവർ 2 ടൈപ്പ് എന്താ പറയുക കൊട്ടേഷൻ ടൈപ്പാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൽ ഏതാണോ വേണ്ടത് അത് അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ the 2 way quotas indicate the price at which he will buy and sell. അപ്പോൾ 2 കോട്ട പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രൈസിലായിരിക്കും അവർ വാങ്ങാനും വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ the jobber quote 130 or 135 or simply 30 to 35. It means that he is ready to buy at 130 and ready to sell at 135. അപ്പോൾ അതിലൊരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ജോബർ കോട്ട് ചെയ്യുന്നത് 130 to 135 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് 130ക്ക്
വാങ്ങാനും 135 വിൽക്കാനും ഇവർ റെഡിയാണെന്ന്. സോ ഇഫ് യു വാണ്ട് ടു ബൈ യു ക്യാൻ ബൈ ഇറ്റ് ഇൻ 130 ആൻഡ് ഇഫ് യു വാണ്ട് ടു സെൽ യു ക്യാൻ സെൽ ഇറ്റ് ഇൻ 135. Sorry, നേരെ തിരിച്ച്. If you want to buy, the price will be 135. If you want to sell, it will be at 130. നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ, അയാളുടെ ജോബറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ 130ക്ക് അയാൾ ബൈ ചെയ്യാനായിട്ട് റെഡിയാണ്, 135 ആൾ സെല് ചെയ്യാനായിട്ട് റെഡിയാണെന്നാണ് പറയുന്നത്. ഇനി after getting the quotation, the broker can either make counter bid or accept the offer. അപ്പോൾ counter bid വയ്ക്കാം, അതല്ലെങ്കിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ if the quotation is not acceptable, the authorized clerk or broker can make counter bid as rupees 132. He may not accept. അപ്പോൾ ഇവിടെ പിന്നെ അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 132 നമ്മൾ ബിഡ് ചെയ്യും, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരതിൽ ജോബർ അതിൽ ആ പ്രൈസിൽ ഓക്കെ ആണെങ്കിൽ അയാൾ സമ്മതിക്കും, അതില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും, നത്തിങ് എൽസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അങ്ങനെ നമുക്കൊരു ലേലവിളി പോലെ അവിടെ നടക്കുന്നുണ്ട്. ഒരു ട്രേഡിംഗ് പിറ്റിൽ പോയിട്ട് ബ്രോക്കർ, ഓതറൈസ്ഡ് ബ്രോക്കറും ജോബറും തമ്മിൽ ഒരു ലേലവിളി, ഒരു ബാർഗെയിൻ അവിടെ നടക്കുന്നുണ്ട്. If the quotation is not at all acceptable, the broker or authorized clerk will go to another jobber to bargain. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു കടയിൽ പോയിട്ട് നമുക്ക് ഒരു തരത്തിലും അവരുടെ വിലയായിട്ട് യോജിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്ഥലത്ത് പോകും. അപ്പോൾ അതുപോലെ തന്നെ അവർ അടുത്ത ട്രേഡിംഗ് ബിറ്റിലേക്ക് പോകും. അങ്ങനെ ഈ ട്രേഡിങ്, ബാർഗെയിനിങ് വേർഡ് ഓഫ് മൗത്ത്, അതായത് നമ്മൾ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെയും ബാർഗെയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഓക്കെ ആവുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഡേ ന്യൂസ് പേപ്പറിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബിഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. There will be an authorized representative of the stock exchange who is present in the hall to supervise the trading of securities. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവുമെന്നും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയാണ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സിൽ പറയുന്നത്. ട്രേഡിംഗ് റിങ്ങുകൾ ഉണ്ടായിരിക്കും. മൺഡേ ടു ഫ്രൈഡേ 12 to 2 PM ആയിരുന്നു. സാറ്റർഡേ 1 അവർ ഉണ്ട്. ഇവിടെ സ്റ്റോക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്ലർക്സ് ആയിരിക്കും ഇൻവെസ്റ്ററിന് വേണ്ടിയിട്ട് അവിടെ ബാർഗെയിനിങ് ഒക്കെ നടത്തുക. അവർക്ക് ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏത് സെക്യൂരിറ്റി ആയിട്ടാണോ ഡീൽ ചെയ്യുന്നത് അതനുസരിച്ച് അതിന് ട്രേഡിംഗ് പിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. There will be an identification mark for each pit, and after that this authorized clerks or brokers will go to particular pit which they want to buy or sell the securities which they desire, and there will be a jobber who is going to bargain with our authorized clerk, and they will bargain, and finally they will meet at one price point. Otherwise it will be our investor will go to another pit for another bargaining. Like that this execution of order happens. So by this I'm concluding. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. Thank you.